എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സാശക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിക്കാം. അമ്മൂനെ ഒന്ന് കടിക്കുക ചെയ്തു കേട്ടോ. അത് സാഷയുടെ തെറ്റല്ല. അമ്മു പപ്പടം കൊണ്ടുകൊടുക്കാൻ പോയപ്പോൾ സാഷ ഉറങ്ങി കിടക്കുമായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് കടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ സാഷേനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊള്ളിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഒരു പീസ് കൊള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ വീട്ടിലൊക്കെ വെക്കണ പോലെ കൊള്ളി സ്റ്റൂ പോലെ വെക്കില്ലേ, അപ്പോൾ അതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിച്ചതിന് ശേഷം ഒന്ന് വീട്ടിൽ പോകണം. അവിടുന്ന് ചക്ക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. ഓൾറെഡി ഞാൻ ഇവിടുത്തെ ചക്കയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞച്ചൻ്റെ പറമ്പിൽ നിന്ന് ചക്ക ഇട്ട് വന്നതിൽ ചക്കകളുണ്ട്. അപ്പോൾ അത് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വരട്ടി എടുത്ത് വെക്കാമെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് കൊള്ളി കഴിച്ചതിന് ശേഷം, അതായത് ഞാൻ ചായ കുടിച്ചിട്ട് ഞാൻ ആ ചക്ക പോയിട്ട് എടുത്തിട്ട് വരാം. പിന്നെ ഇന്ന് ഗീതമാരിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കാം എന്തൊക്കെ ഉണ്ടാവുകയെന്ന്. അവർ രാവിലെ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത്രയൊക്കെ തന്നെ. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് ഞാൻ തറവാട്ടിൽ പോയിട്ട് ചക്ക എടുത്തിട്ട് വരട്ടെ. കുറച്ച് ഞാൻ ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് മിക്സിയിലിട്ടിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ചക്ക പരട്ടാൻ വയ്ക്കാം. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് കൊടുത്ത ചക്ക ചുള പറിച്ച് വേവിച്ച് അതും കൂടി വെച്ച് നമുക്ക് കുറച്ച് ചക്ക വരട്ടിയതെടുത്ത് എടുത്ത് വെക്കണം. കുറച്ച് ഏട്ടന് കൊടുത്തയക്കണം, ചേച്ചി വരുമ്പോൾ കുറച്ച് കൊടുക്കണം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ പഴയ യൂട്യൂബ് ചാനലുണ്ട്, ആ ചാനൽ അടിച്ചു പോയി. അപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് കേട്ടോ. പെറ്റുചിക്കൻ്റെ ഇൻസ്റ്റ കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ. അത് ഈ യൂട്യൂബിൻ്റെ ലിങ്കിൽ തന്നെ കാണും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇത്തിരി കട്ടൻ ചായയാണ് വെച്ചിട്ടുള്ളത്. കൊള്ളി ഓൾറെഡി ആയിട്ടുണ്ട്. കൊള്ളി എങ്ങനെയാണ് ഉണ്ടാക്കുക വെച്ചാൽ, ചെറിയ പീസാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും പച്ചമുളക് കീറിയിടുക. പിന്നെ അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ചെറിയൊരു കഷ്ണം കൊള്ളി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും അമ്മു എണീറ്റ് വന്നേക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായില്ലോ. അപ്പോൾ എല്ലാവരും ഇനി നേരത്തെ എണീക്കണം. ഞാനത് പറയുമായിരുന്നു. അപ്പോൾ ഫിഷ് ടാങ്കിൽ ഫിഷിനെ അവൾ നോക്കി നിൽക്കണം കേട്ടോ. കുറച്ച് 1-2 ഗപ്പികളൊക്കെ ചത്തുപോയിട്ട് അതെങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഞാനിതാ ചായ കുടിക്കുകയാണ്. ചായയും കൊള്ളിയും കൂടിയിട്ട് കഴിക്കുകയാണ്. എന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ പോയിട്ട് ചക്ക എടുക്കാൻ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, വീട്ടിൽ കുഞ്ഞച്ചൻ്റെ പറമ്പിൽ നിന്ന് ചക്കയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കിട്ടിയാൽ അത് പഴുത്തുണ്ടെങ്കിൽ അത് ചക്ക വരട്ടെണ്ണയിൽ മിക്സ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതേ ചായ കുടിച്ചിട്ട് വേഗം പോയിട്ട് ചക്ക എടുത്ത് വരാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ അമ്മു എന്താ പറയുക, എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ഞാൻ മാറ്റിയിരിക്കുന്നു. ഫേസും കൂടി അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേസ് ഞാനത് റിമൂവ് ചെയ്തു. അപ്പോൾ മൈൻഡ് ഗെയിം കൂടെ പാസ്വേഡ് പറയാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അതൊന്നും അവൾക്ക് അറിയൊന്നുമില്ല. അങ്ങനെ ഞാൻ ഈ ചായ കുടിച്ചതിന് ശേഷം അരി ഇടാൻ പോവാണ് കേട്ടോ. ചോറ് വയ്ക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് 2 ഗ്ലാസ് അരി കഷ്ടി മതി. പക്ഷേ ഇന്ന് ഗീതമ്മായും ശരണ്യയും അമ്മായിയും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണക്കാക്കിയിട്ട് ഞാൻ അരി ഇടുകയായിരുന്നു കേട്ടോ. ഈ ഡപ്പുണ്ടല്ലോ, നമ്മുടെ ഗീറസ്കിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ എന്തൊക്കെയോ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ അതിങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ അരിയൊക്കെ ഇതിലാണ് കേട്ടോ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ എത്ര ഗ്ലാസ്സാണ് വെച്ചതെന്ന് എനിക്കറിയില്ല. അത് പക്ഷേ എൻ്റെ ചോറ് വയ്ക്കുന്ന പാത്രം തികയില്ലായിരുന്നു. അപ്പോൾ അതിൽ 1-2 പ്രാവശ്യമായിട്ട് വെക്കേണ്ടി വന്നു. ഞാനാണെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഒരുമിച്ച് കഴുകി വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചുമായിരിക്കും. പക്ഷെ അത് അരി വെന്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ 2 പാത്രത്തിലേക്ക് ആക്കിയിട്ട് എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലൊരു ഇത്തിരി കൂടി വലിയ പാത്രം വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ മേടിക്കണം. നമ്മുടെ വീട്ടിൽ കുറച്ചധികം ആൾക്കാർ വരുമ്പോൾ അതിനും വേണ്ടിയുള്ള മാത്രമുള്ള പാത്രങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്കാണെങ്കിൽ ഈ പാത്രങ്ങളോട് വലിയ ക്രൈസൊന്നും ഇല്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാതെ ചിലർക്കൊക്കെ കണ്ടിട്ടില്ലേ, പാത്രങ്ങളോട് വലിയ ക്രേസായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതേ സാഷേനെ ഞാൻ കൂട്ടിലാക്കാൻ പോവാണ് കേട്ടോ. സാഷയ്ക്ക് എന്തോ കുറച്ച് ദിവസമായിട്ടൊരു വയ്യായുണ്ട്, ഒരു ഉഷാറില്ലാത്ത പോലെ.
ഞാനാണെങ്കിൽ ഡോക്ടറിനെ കാണിച്ച് മരുന്നൊക്കെ കൊടുക്കാറുണ്ട്. ഇതുവരെ ഒരു അസുഖമൊന്നും വന്നിട്ടില്ല. പക്ഷേ സാഷയ്ക്ക് എന്തോ ഒരു വയ്യാത്ത പോലെ ഫീൽ ചെയ്യണേ. കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാവം തോന്നും. അങ്ങനെ അപ്പോൾ ഞാനിത് സാഷേനെ കൂട്ടിലാക്കിയതിന് ശേഷം വീട്ടിൽ പോയിട്ട് ചക്ക എടുക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ഫിൽറ്ററിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു ടേബിള് അത് നനഞ്ഞിട്ടാകെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മൾട്ടി വുഡിൻ്റെ പീസ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് അവിടേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് എനിക്ക് ചക്ക എടുത്തിട്ട് വരണം. അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഏട്ടൻ്റെ തറവാട് നമ്മുടെ ഈ വീടിൻ്റെ അവിടുന്ന് ഒരു 4-5 വീട് അപ്പുറമാണ് കേട്ടോ, അടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ പോയിട്ട് ചക്ക എടുത്ത് വന്നു. അത് പഴുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പു എടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കുകയാണ്. അവിടുന്ന് എനിക്ക് അമ്മ 2 മാങ്ങ തന്നു പഴുത്തത്, പിന്നെ ഒരു കുമ്പളങ്ങയുടെ പീസ് തന്നു, പിന്നെ കുറച്ച് ചെറിയ മാങ്ങയില്ലേ നമുക്ക് പഴമാങ്ങ കൂട്ടാനൊക്കെ വെക്കില്ലേ, അങ്ങനത്തെ മാങ്ങ കൂടി തന്നു കേട്ടോ. പിന്നത്തെ എന്തായാലും മോര് കൂട്ടാൻ മാങ്ങ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അതിൻ്റെ പണികൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുക്കറിൽ നിന്ന് നമ്മുടെ കൊള്ളിയൊക്കെ മാറ്റി ഞാൻ വേറൊരു പാത്രത്തിലാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ്റെ പണി നോക്കാമല്ലോ. അപ്പോൾ കൂട്ടാൻ ഞാൻ വെക്കണത് മാങ്ങ കൂട്ടാനാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങയൊക്കെ നല്ലോണം ഉള്ള കാരണം പഴുത്ത മാങ്ങ കൂട്ടാൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഉണ്ടാക്കും കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത്തിരി കയറ്റി വെച്ചാലും നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം. പിന്നെ വലിയമ്മയുടെ അവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മാങ്ങകളുണ്ട് കൂട്ടാൻ വെക്കണതേ. അപ്പോൾ അതൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ പഴമാങ്ങ കൂട്ടാനൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചു കൂട്ടാ മാങ്ങ കൂട്ടാൻ. ഈ കുഞ്ഞെ മാങ്ങ വല്യമ്മയുടെ അവിടെ നിന്ന് അമ്മയ്ക്ക് കൊടുത്താണ് കേട്ടോ. അപ്പം അമ്മ എനിക്ക് കുറച്ച് തന്നു. അപ്പം ഞാനിതേ കൊണ്ടുവന്നിട്ടുള്ള കവർ ജസ്റ്റ് ഒന്ന് കഴുകി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഹരിതകർമ്മസേന ചേച്ചിമാർക്ക് അത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണമല്ലോ കൊടുക്കാൻ. അപ്പം ഞാൻ ഈ മാങ്ങ ഒരെണ്ണം ഞാൻ കഴിച്ചു കൂട്ടാ, എനിക്കിഷ്ടം അത്. അപ്പം ഞാൻ ഒരെണ്ണം ഞാനെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിലേക്ക് ഇടുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യണത് വെള്ളരിക്കല്ല, കുമ്പളങ്ങയാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് മാങ്ങ കൂട്ടുണ്ടാക്കാന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ വൃത്തിയാക്കിയിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കുമ്പളങ്ങയും കൂടി അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് 1-2 വിസിൽ വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കുകയാണ് കേട്ടോ. തേങ്ങയിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ജീരകടും പച്ചമുളക് വേണമെങ്കിൽ ഇടാം, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ നാളികേരം ചേർത്ത് അരച്ച് നമ്മൾ അതിലേക്ക് ഒഴിക്കും. ഞാനൊക്കെ കൂടി ഒപ്പാണ് കേട്ടോ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് തൈരും കൂടി ഒപ്പിട്ടിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ പിന്നെ തൈര് സെപ്പറേറ്റ് ഒഴിക്കുകയാണ് നല്ലത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നമ്മളങ്ങനെ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നല്ല, പക്ഷേ സ്വാദ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ ഏട്ടൻ പോകുമ്പോഴൊക്കെ കൊടുത്തേക്കാറുണ്ട്. അങ്ങനെ കൂട്ടാൻ ഇതേ അവിടെ ആവുന്നുണ്ട്. ഞാനാണെങ്കിൽ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ശരപടയെന്ന് നമ്മുടെ പരിപാടിയൊക്കെ വേഗം തീർത്ത് അവസാനിപ്പിച്ച് ഇറങ്ങണം കേട്ടോ. പിന്നെ അടുക്കളയിൽ തട്ടി തിരിഞ്ഞ് നിൽക്കാനൊന്നും എനിക്കിഷ്ടമില്ല. വേഗം കഴുകിയ പാത്രം കഴുകുക, ഇറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതേ കൂട്ടാൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലോ. ഇനി നമുക്കുള്ളത് ഞാൻ കുറച്ച് ചക്ക, അതായത് 4 ചക്ക ഞാൻ എന്താ പറയുക വരട്ടാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം പക്ഷേ 4 ചക്ക ഉണ്ടായിരുന്നു. വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും 4 എണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ ചുള പറിച്ച് ചുള പറിച്ചതിന് ശേഷം വേവിച്ച് ഞാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിക്കലൊക്കെ ഇന്നലെയായിരുന്നു. ഇന്ന് പിന്നെ ഈ മിക്സിയിലിട്ട് അടിച്ച് അത് വരട്ടിയെടുക്കണം. പക്ഷെ പെട്ടെന്നൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എളുപ്പമല്ല. ഞാൻ പുറത്തടുക്കളയിൽ വെക്കണം എന്ന് വിചാരിക്കുമ്പോൾ അത് നല്ല മഴയാണ്. അപ്പം എനിക്ക് ഭയങ്കര മടി അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം ഞാനിതേ ഓരോന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇനി നമുക്ക് ചെയ്യേണ്ടത് ചക്ക വരട്ടുകയാണ് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് വേണ്ടി ഞാൻ 1 കിലോ ശർക്കര ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം അധികം മധുരം വേണ്ടല്ലോ. ചക്ക ഓൾമോസ്റ്റ് ഒരു മധുരം ഉണ്ടാവും പേരിന്. ഈ 4 ചക്കയ്ക്ക് 1 കിലോ ശർക്കരയാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ അവിടെ എന്താ പറയുക ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ മിക്സിയിൽ ഇത്രയും ചക്കയൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിലാണ് ചെയ്യുക. അതിൻ്റെ കറക്റ്റ് വേ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ചെയ്യാവുന്ന പോലെ ഞാൻ പല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എനിക്ക് പറ്റാത്ത കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകാറുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ എന്തിനും ഏതിനും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അപ്പം കുറച്ച് കാലങ്ങളോളമായിട്ട് ഏട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിലായപ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നിനും ഒരാളും ഉണ്ടായില്ല. അപ്പം നമ്മൾ പഠിക്കുമല്ലോ, നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് പഠിച്ച് വരുമല്ലോ. അപ്പോൾ അവിടെ തൊട്ടിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിച്ച് ബോൾഡായി എന്ന് തന്നെ പറയാം. ഞാൻ പണ്ടും ബോൾഡായിരുന്നു. ഞങ്ങൾ പഠിക്കണ കാലത്ത് പല പല പരിപാടികളിൽ നമ്മളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ NCCയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് കോളേജ് പ്രോഗ്രാം ഉണ്ടായാലും ഓരോ പ്രോഗ്രാംസിനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് പോയി. കല്യാണം കഴിഞ്ഞ് ആ ഒരു ലൈഫിലേക്ക് പോയി, പുറത്ത് പോയി സെറ്റിലായി. അത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോഴാണ് കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒരു ഒറ്റപ്പെട്ട് 2 കുട്ടികളെയായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ജീവിച്ച് വന്നിരുന്നത്. അപ്പോൾ നമ്മളെല്ലാം പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ ഓരോന്ന് പഠിച്ചു വരും. അപ്പോഴേക്കും ഇതാ ഗീതമ്മായും